ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് റവ വെച്ചൊരു റെസിപ്പി തയ്യാറാക്കിയാലോ. അതിനാവശ്യമായിട്ട് ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് അരക്കപ്പ് റവ എടുക്കുക, അതേ കപ്പിന് തന്നെ അരക്കപ്പ് അരിപ്പൊടി എടുക്കുക. നമ്മൾ കലത്തപ്പത്തിൻ്റെയൊക്കെ ഒരു മോഡലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ശർക്കര പാനി തയ്യാറാക്കണം. അതിന് നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 3 അച്ച് ശർക്കര ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് തിളപ്പിച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ മാവിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൂടോടെ തന്നെ നമ്മൾ ഈ മാവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു കരണ്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ശർക്കര പാനി ഒരുമിച്ച് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കരുത്. നമ്മൾ കുറേശ്ശെയായിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് നല്ലതുപോലെ കട്ടയില്ലാതെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യണം. പാനി എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഇതിന് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പരുവത്തിൽ വേണം നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് നമുക്കത് ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ടേബിൾ സ്പൂണോളം എണ്ണ നമ്മൾ ഒഴിക്കണം. ഞാൻ പിന്നെയും കുറച്ച് എണ്ണയോടെ ഒഴിച്ചു എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കലത്തപ്പത്തിനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മൾ ആ മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. മാവ് ഒഴിച്ചിട്ട് 1 മിനിറ്റോളം നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലത്തെ ഫിസിൽ നമ്മൾ ഊരി മാറ്റി കൊടുക്കണം. മാറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ തീ ഒരു 15 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി. 15 മിനിറ്റിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നല്ല ആറിയതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ റവ വെച്ചുണ്ടാക്കിയ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കൂടുതലുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.